ഹായ് എവരിവൺ. ഒരുപാട് തരത്തിലുള്ള ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഫിസിക്സിലൊക്കെ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ബട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർട്ട് അല്ലേ, നമ്മുടെ ഹൃദയത്തിലുള്ള ഇലക്ട്രിസിറ്റിയെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹൃദയത്തിൽ നമ്മുടെ ഹാർട്ടിൽ ഇലക്ട്രിസിറ്റി നമ്മൾ ഷോക്കടിച്ച് പോലെ എന്നൊക്കെ വിചാരിക്കും അല്ലേ? എന്താണ് സംഭവം? നമ്മുടെ ഹാർട്ടിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇറ്റ്സ് എ റിയാലിറ്റി. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഹാർട്ടിൽ ഒരുപാട് വർക്കിങ്സ് നടക്കുന്നുണ്ട് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാർട്ടിൽ തന്നെ അതിൻ്റെ എനർജി ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഹാർട്ടിൽ തന്നെ നടക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻട്രിൻസിക്കലി ഹാർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതെല്ലാം റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് ബാക്കി സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് മൂവ്മെൻറ്റ്സ് ഒക്കെ നടക്കും. ഫോർ എക്സാമ്പിൾ, എൻ്റെ കൈ ഇങ്ങനെ കാലും കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ട്, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ നാവ് അനങ്ങുന്നുണ്ട്, എൻ്റെ വായ അനങ്ങുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ, എൻ്റെ കണ്ണും മൂക്കും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഈ അനക്കങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ചേഞ്ചസ് ഒക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എൻ്റെ ബ്രെയിനിൽ നിന്ന് അത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എൻ്റെ കൈ ഇങ്ങോട്ട് നീക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നീക്കണം എന്നുള്ള സിഗ്നൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രെയിനിൽ നിന്ന് വന്നിട്ട് അതിനനുസരിച്ച് എൻ്റെ കയ്യിലുള്ള മസിൽസൊക്കെ ആക്ട് ചെയ്തിട്ടാണ് എൻ്റെ കൈയൊക്കെ മൂവ് ചെയ്യുന്നത്, എൻ്റെ നാവ് മൂവ് ചെയ്യുന്നത്, എൻ്റെ കണ്ണ് മൂവ് ചെയ്യുന്നത്, എല്ലാം അങ്ങനെയാണ് അല്ലേ? ബ്രെയിനിൽ നിന്ന് സിഗ്നൽസ് വരും. ബട്ട് ഇതിലൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ഹാർട്ടിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ടിന് അങ്ങനെ ഓരോ തവണയും എന്ത് ചെയ്യില്ല, ബ്രെയിനിൽ നിന്ന് സിഗ്നൽ വരില്ല. ഓക്കെ, ബ്രെയിനിൽ നിന്ന് സിഗ്നൽ വന്നിട്ടല്ല ഹാർട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, ടക്ക് 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 എന്നിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ തവണ ബീറ്റ് ചെയ്യാനും ബ്രെയിനിൽ നിന്ന് ഇങ്ങനെ സിഗ്നൽ വരിക, അപ്പം ടപ്പ്, വീണ്ടും സിഗ്നൽ വരിക, ടപ്പ്, അടുത്ത സിഗ്നൽ വരിക, ടപ്പ്, അങ്ങനെയാണോ? അല്ല. ഓരോ തവണയും ബ്രെയിനിൽ നിന്ന് സിഗ്നൽ വന്നിട്ടല്ല, നമ്മുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ ഇൻട്രിൻസിക്കലി തന്നെ അതിനുള്ള മെക്കാനിസം ഉണ്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റി നമ്മുടെ ഹാർട്ടിൽ തന്നെയാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിത്മിക് ആയിട്ടുള്ള ഒരു നല്ല താളാത്മകം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാൻ പറ്റുന്ന റിത്മിക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഹാർട്ടിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ടപ്പ് 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 എന്നിങ്ങനെ കൃത്യമായിട്ട് നമുക്കത് കേൾക്കാൻ പറ്റുന്നത്, ആ ഒരു റിത്മിക്കായി നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഹാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ അത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ഇതെങ്ങനെയാണ് ഈ ഹാർട്ടിനുള്ള ഉള്ളിലുള്ള ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നുള്ള ഒരു ജനറൽ ഐഡിയ നമുക്ക് ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ അത് അവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ ഹാർട്ടിനുള്ളിൽ നാച്ചുറൽ പേസ് മേക്കേഴ്സ് ഉണ്ട്. പേസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ SA നോഡ്, സിനോ ആട്രിയൽ നോഡ് എന്ന് പറയുന്ന ഒരു നോഡൽ ടിഷ്യൂസ് നമ്മുടെ ഹാർട്ടിലുണ്ട്. ആ നോഡൽ ടിഷ്യൂസാണ് എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ വലത്തെ ഭാഗത്ത് റൈറ്റ് ഏട്രിയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ സെൽസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഈ സിനോ ആട്രിയൽ നോഡ്സ് എന്ന് പറയുന്നത്, നോഡൽ ടിഷ്യൂസ്. ഓക്കെ, ആ നോഡൽ ടിഷ്യൂസ് SA നോഡ് എന്ന് പറയുന്ന ആ നോഡൽ ടിഷ്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ നാച്ചുറൽ പേസ് മേക്കേഴ്സ്. എന്തുകൊണ്ടാണ് നാച്ചുറൽ എന്ന് പറയുന്നത്? നമ്മുടെ ഹാർട്ടിൽ ഓൾറെഡി ഉള്ളതാണ്, നാച്ചുറലി ഉള്ളതാണ് അല്ലേ? അപ്പോൾ നാച്ചുറൽ പേസ് മേക്കേഴ്സ് ആണ്. ഇത് എന്ത് ചെയ്യുന്നു? ഓരോ തവണയും ഇലക്ട്രിക്കൽ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നു. കൃത്യമായ ഒരു ടൈം പീരീഡ് ഇൻ്റർവെൽസിൽ, കൃത്യമായ ഇൻ്റർവെൽസിൽ എന്ത് ചെയ്യും? ഈ നോഡൽ ടിഷ്യൂസ് ഇലക്ട്രിസിറ്റി ഇങ്ങനെ ജനറേറ്റ് ചെയ്യും. ഈ സിഗ്നൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ കാർഡിയാക് മസിൽസിലൂടെ പോയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, കൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. ഇത് നമുക്കറിയാം അല്ലേ? ആ കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ബ്ലഡ് ഫ്ലോ ചെയ്യുക, പുറത്തേക്ക് ഫ്ലോ ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ ബ്ലഡ് ഫില്ലാവുക. വീണ്ടും കൺട്രാക്ട് ചെയ്യും, ബ്ലഡ് എന്ത് ചെയ്യും? പമ്പ് ചെയ്യും. വീണ്ടും ബ്ലഡ് വരും, അത് വീണ്ടും പമ്പ് ചെയ്യും. അതിങ്ങനെ കൺട്രാക്ട് റിലാക്സ്, കൺട്രാക്ട് റിലാക്സ്. ഇതെന്ത് ചെയ്യുന്ന, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റുന്നത്? ഈ പറഞ്ഞ SA നോഡ് എന്ന് പറയുന്ന ഈ നോഡൽ ടിഷ്യൂസ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ആ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നു? മസിൽസിലൂടെ പോയി, മസിൽസിൽ പോകുമ്പോൾ അത് കൺട്രാക്ട് ചെയ്ത്, പിന്നെ അത് കഴിയുമ്പോൾ റിലാക്സ് ചെയ്ത് വീണ്ടും കൺട്രാക്ട് ചെയ്ത് അങ്ങനെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഹാർട്ട് ആ രൂപത്തിൽ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് അല്ലേ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കൺട്രാക്ട് റിലാക്സ്, അപ്പോൾ ഒരു ബീറ്റായി, വീണ്ടും കൺട്രാക്ട് റിലാക്സ്, അടുത്ത ബീറ്റ് അല്ലേ? ആ രൂപത്തിലാണ് പോവുക. അപ്പോൾ എങ്ങനെയാണ് ആ സിഗ്നലിൻ്റെ പാത്ത് എന്ന് പറയുന്നത്? SA നോഡ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കാർഡിയാക് മസിൽസിലൂടെ, ഹൃദയത്തിൻ്റെ മസിൽസിലൂടെ അത് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് കൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. ആ രൂപത്തിലാണ് നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് അല്ലേ? നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പൾസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കിങ്ങനെ കാണാൻ പറ്റും അല്ലേ? ടപ്പ് ടപ്പ് അല്ലേ? നമ്മൾ കൃത്യമായിട്ട് സയൻസിൻ്റെ ഭാഷ ലെപ് ഡപ്പ് ലെപ് ഡപ്പ് എന്നാണ് പറയുക അല്ലേ? അപ്പോൾ ആ രൂപത്തിൽ ഒരു കൃത്യമായ റിത്മിക് ആയിട്ടുള്ള ഒരു സൗണ്ട് അടക്കം നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഈ ഒരു കാര്യം നടക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പേസ് മേക്കേഴ്സ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്, സിഗ്നൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല, പക്ഷേ ഒരു ജനറൽ ഐഡിയ നമുക്ക് ഉണ്ടാവണം അല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. അതായത് നമ്മുടെ നെർവ് സെൽസിൻ്റെ പുറത്ത് സൈഡിലും പോസിറ്റീവ്സ്
പോസിറ്റീവ് അയോൺസ് ആണ് ഉണ്ടാവുക. ഓക്കെ, നെർവ് സെൽസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേട്ടോ. നമ്മൾ 10th അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അകത്ത് നെഗറ്റീവ്, പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവുമാണ് നമ്മുടെ നെർവ് സെൽസിൻ്റെ പൊതുവെ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഉണ്ടാവുക. ഓക്കെ, ഇത് എങ്ങനെ ഇലക്ട്രിസിറ്റി ആവുന്നത്, അത് ചിലപ്പോൾ പല ആളുകൾക്ക് അതായിരിക്കും സംശയിക്കുന്നുണ്ടാവും അല്ലേ. എങ്ങനെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്? അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഇങ്ങനെ പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവും ആണ് നോർമലി ഒരു സെല്ലിൽ. പക്ഷേ ഒരു ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് പോസിറ്റീവ് എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് വരികയും അകത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവും ആകും. ഓക്കെ, ഇതെങ്ങനെ പുറത്ത് പോസിറ്റീവും നെഗറ്റീവും ആകുന്നത്? അത് കുറച്ച് അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അയോണാണ് സോഡിയം അയോൺ അല്ലേ. സോഡിയം അയോൺ കോശങ്ങളിലേക്ക്, അതായത് സെൽസിലേക്ക് ഒഴുകി ഡീപോളറൈസേഷൻ ആരംഭിക്കുന്നു. അതായത് സോഡിയം അയോൺസ് എന്ത് ചെയ്യുന്നു, കോശത്തിൻ്റെ അതായത് സെൽസിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. പൊട്ടാസ്യം അയോൺ അല്ലേ, K+ എന്ത് ചെയ്യുന്നു, സെൽസിൻ്റെ പുറത്തേക്ക് പോകുന്നു. അതേപോലെ തന്നെ കാൽഷ്യം അല്ലേ, കാൽഷ്യം അയോൺസ് എന്ത് ചെയ്യുന്നു, മസിൽ കൺട്രാക്ഷൻ ട്രിഗർ ചെയ്യുന്നു. ഈ അയോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ പ്രധാനമായിട്ടും ആക്ട് ചെയ്യുന്നത്. ഈ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. പക്ഷേ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുക, ഈ സോഡിയം പൊട്ടാസ്യം പോലുള്ള ഈ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ബാറ്ററിയിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജ് ഉണ്ടാവുന്നത്, ഈ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് അല്ലേ. അയോണുകൾ എന്ത് ചെയ്യുന്നു, ബാറ്ററി പോലെ അതിൽ എന്ത് ചെയ്യുന്നു, ഈ പിന്നെ അയോൺസിൻ്റെ പിന്നെ ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ഈ ഇലക്ട്രിസിറ്റി, ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാകുന്നത്. ആ വോൾട്ടേജാണ് എന്ത് ചെയ്യുന്നത്, ഹൃദയത്തിനെ ഓടിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ബാറ്ററിയൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഫിസിക്സിൽ പഠിക്കുമ്പോൾ ആ അയോൺസിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ നമ്മുടെ നെർവ് സെൽസിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള പേസ് മേക്കർ സെൽസിലൊക്കെ ഈ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ചെറിയ വോൾട്ടേജ് ഉണ്ടാകുന്നത്. ആ വോൾട്ടേജ് വെച്ചിട്ടാണ് നമ്മുടെ ഹൃദയം ഓടുന്നത്. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ ബേസിക്കലി അതിൻ്റെ ഒരു ബേസിക് ബയോളജി എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കുക? ഇത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടാവും അല്ലേ. അതായത് നിങ്ങൾ പിന്നെ എന്തെങ്കിലും ICUവിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ICUവിൻ്റെ ഏതെങ്കിലും വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് വരുന്നത് കാണാൻ പറ്റും അല്ലേ. ടീപ്പ് 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 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ടും നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ആ സംഭവം? ഇതിങ്ങനെ കാണുക എന്നല്ലാതെ എന്താ സംഭവം എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഹാർട്ടിൻ്റെ ഈ ബീറ്റ് അല്ലേ, ഓരോ സമയത്തുള്ള ഈ ബീറ്റ് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതാണിത്. ഇതിനാണ് നമ്മൾ ECG എന്ന് പറയാം. ഓക്കെ, ECG ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയാം. ഇതാണ് ECG, ഇതാണ് നോർമൽ വേവ് പാറ്റേൺ. ഓക്കെ, ഈ വേവ് പാറ്റേണിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് കൃത്യമായ റിത്മിക്കലി അല്ല വർക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ശരീരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ചെറിയ ഇലക്ട്രോഡുകൾ വെക്കുന്നു. നമ്മുടെ ബോഡിയിൽ ചില കൃത്യമായ സ്ഥലത്ത്, ഓരോ സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോഡുകൾ വെക്കുന്നു. ഹൃദയത്തിൻ്റെ വൈദ്യുത തരംഗങ്ങൾ, അതായത് ഇലക്ട്രിക് ഇമ്പൾസുകൾ ക്യാപ്ചർ ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോഡുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സ്ഥലത്തുള്ള ഇലക്ട്രിസിറ്റി ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഗ്രാഫാക്കി സ്ക്രീനിലോ കടലാസിലോ പ്രിൻറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ ഇലക്ട്രോഡുകൾ വെച്ചാൽ സ്ക്രീനിൽ ഇങ്ങനെ ലൈവായിട്ട് കാണാൻ പറ്റുന്നില്ലേ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫ് ആക്കിയിട്ട് കാണിക്കുന്നത്. ഈ ഡോക്ടർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്രാഫ് നോക്കി നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആണോ അല്ലേ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹൃദയത്തിൻ്റെ ഒരു ഇലക്ട്രിക് സിഗ്നേച്ചറാണ് ശരിക്കും പറഞ്ഞാൽ ECG വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൃദയമിടിപ്പ്, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൃത്യമാണോ, അരിത്മിയ ഉണ്ടോ. അരിത്മിയ എന്ന് പറഞ്ഞാൽ റിഥം എന്ന് പറഞ്ഞാൽ നോർമൽ പാറ്റേൺ അല്ലേ. അരിത്മിയ എന്ന് പറഞ്ഞാൽ ആ നോർമലിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം അല്ലേ, എന്തെങ്കിലും ഡിസീസസ് ടൈപ്പ് ഉണ്ടോ, ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളുണ്ടോ, ഇതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇനി ഈ വേവ് പാറ്റേൺ ഇങ്ങനെ പോയിട്ട് അവസാനം ഇങ്ങനെ ഫ്ലാറ്റ് ആയാൽ എന്താ സംഭവം, ആൾ ഫ്ലാറ്റായി എന്നാണ് അല്ലേ. ആ ഫ്ലാറ്റ് ഈ വേവ് പാറ്റേൺ ഒന്നുമില്ല, ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഹാർട്ട് തീർന്നു എന്ന് വെച്ചാൽ ആൾ ഫ്ലാറ്റായി എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഏതെങ്കിലും വീഡിയോസിലൊക്കെ കാണും അല്ലേ, ഈ ബീപ്പ് 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 എന്ന് പറഞ്ഞിട്ട് അവസാനം പീപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതോടുകൂടി ആൾ ഫ്ലാറ്റായി എന്നാണ് അർത്ഥം. പിന്നെ നമുക്ക് മരിച്ചു, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാമെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അതാണ് ആ ഒരു പാറ്റേൺ. അതെന്തുകൊണ്ടാണ് ഫ്ലാറ്റ് ആവുന്നത്? വേറെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല. ഇലക്ട്രിസിറ്റി ഇല്ല എന്ന് വെച്ചാൽ ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അയാൾ മരിച്ചുപോയി അല്ലേ. അപ്പോൾ അതാണ് ആ രൂപത്തിലാണ്. അപ്പോൾ ഹാർട്ടിൻ്റെ ഇലക്ട്രിസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ജീവൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണിത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ഒരു ട്രാഫിക് സിഗ്നലും നമ്മുടെ ഹാർട്ടും ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ SA നോട്ട് അല്ലേ, അത് എന്താ സംഭവിക്കുന്നത്, നമ്മൾക്ക് നമ്മുടെ ഹാർട്ടിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രിസിറ്റിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് SA നോട്ട് അല്ലേ, സിനോ ആട്രിയൽ നോട്ട്. അത് ഏതുപോലെയാണ്, ട്രാഫിക് കൺട്രോൾ അല്ലേ, കൺട്രോൾ റൂം ഉണ്ടാവും ട്രാഫിക്കിന്. അവരെന്ത് ചെയ്യുന്നു, മെയിൻ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഓരോ സ്ഥലത്തേക്കുള്ള സിഗ്നലൊക്കെ കൊടുത്ത് ഇന്ന സ്ഥലത്ത് ഇന്നത് ബ്ലോക്ക് ചെയ്യണം, ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തീരുമാനിക്കുന്ന ആൾക്കാരാണ് മെയിൻ കൺട്രോൾ യൂണിറ്റ്. അതുപോലെയാണ് നമ്മുടെ SA നോട്ട് അല്ലേ.
എപ്പോഴാണ് ബീറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ സിഗ്നൽസ് എപ്പോൾ വിടണം, ഇതൊക്കെ തീരുമാനിക്കുന്ന എസ് എ നോഡാണ് അല്ലേ. ഇനിയോ ഹാർട്ട് മസിൽസ് എന്താണ്? ഹാർട്ട് മസിൽസ് പറഞ്ഞാൽ സിഗ്നൽ കിട്ടുമ്പോൾ അതെന്തെങ്കിലും കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും. അതാണ് ഹാർട്ട് മസിൽസ് ചെയ്യുക. ഏതുപോലെ? കാറുകളൊക്കെ പോലെ. അതായത് ഇവിടെ റെഡ് കത്തിയാൽ അവിടെ നിർത്തണം, ബ്ലൂ കത്തിയാൽ എന്ത് ചെയ്യണം, ഗ്രീൻ കത്തിയാൽ പോകാം. അങ്ങനെ കൃത്യമായിട്ട് സിഗ്നൽ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് വെഹിക്കിൾസ് അല്ലേ. കൺട്രോൾ റൂമിൽ നിന്നുള്ള സിഗ്നൽസിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് വെഹിക്കിൾസ്. അതുപോലെ എസ് എ നോഡ്സിൽ നിന്നുള്ള ഇമ്പൾസിനനുസരിച്ച് കൺട്രാക്റ്റും റിലാക്സും ചെയ്യുന്ന ആൾക്കാരാണ് ഒരു മസിൽസ് എന്ന് പറയുന്നത്. ഇനിയോ ഇ സി ജി എന്ന് പറയുന്നത് എന്താണ്? CCTV പോലെയാണ്. അതായത് ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാനാണ് CCTV അല്ലേ. കൃത്യമായിട്ട് എല്ലാവരും സിഗ്നലൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാനാണ് നമുക്ക് CCTV. അതുപോലെ തന്നെ ECG ഇട്ട് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇലക്ട്രിക് സിഗ്നൽസിന് കൃത്യമാണോ അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ മസിൽസൊക്കെ കൺട്രാക്ട് ചെയ്യുന്നതൊക്കെ കറക്റ്റാണോ എന്നുള്ളതൊക്കെ നോക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റെക്കോർഡ് ചെയ്യുന്ന ആളാണ് ഒരു ECG എന്ന് പറയുന്നത്. അതൊരു ഒരു CCTV പോലെ നമുക്ക് നോക്കാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ CCTVയിൽ ആ ECGയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിനെ മൊത്തത്തിൽ നമുക്കൊന്ന് ഉദാഹരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് എത്രത്തോളം നടക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കിയാൽ ഒരു സെക്കൻഡിൽ 1 to 1.5 ഇലക്ട്രിക് സിഗ്നൽസ് പെർ സെക്കൻഡാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ പെർ ഡേ 1 lakh പ്ലസ്, 1,00,000-1,00,000 എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ലൈഫ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250 കോടി തവണ അല്ലേ. 2.5 ബില്യൺ ഒരുപക്ഷെ ഒരു ആവറേജ് പറയാണ് 2.5 ബില്യൺ എന്ന് വെച്ചാൽ 250 കോടി, 250 crores അത്രയും തവണ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് നമ്മുടെ ഒരു ഹാർട്ടിൻ്റെ വർക്കിംഗ് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ഇലക്ട്രിക് ജനറേറ്ററാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. എസ് എ നോഡ്സ് ആണ് അതിൻ്റെ കൺട്രോൾ സെൻറ്റർ, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ നാച്ചുറൽ പേസ് മേക്കേഴ്സ് എന്നാണ് അറിയപ്പെടുക. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം അയോൺസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ആ വോൾട്ടേജ് ഉണ്ടാക്കാനും അതിനനുസരിച്ച് കൺട്രാക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. ECGs ആണ് ആ ഇലക്ട്രിക് ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ദിവസം 1,00,000-ൽ പരം തവണ ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തം ഹൃദയം അല്ലേ. ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ ബ്ലഡ് വരുന്നതും പോകുന്നതും 4 ചേമ്പേഴ്സൊക്കെയാണ് നമ്മളുടെ മനസ്സിലുണ്ടാവാറുള്ളത്. പക്ഷേ ആ ഒരു ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അറിയുമ്പോഴാണ് എത്രത്തോളം കൃത്യമായിട്ടാണ് ആ ഹാർട്ടിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കൂടുതൽ കാര്യങ്ങൾ ഇതുപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ വഴിയെ നമ്മുടെ ചാനലിലൂടെയൊക്കെ ഡിസ്കസ് ചെയ്യും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളോട് ക്യൂരിയോസിറ്റി ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോകളിൽ കാണാം. താങ്ക് യു.